ഇതെന്താ ഒരു വാർണിംഗ് സൈനൊക്കെ വന്നിട്ടുണ്ട് കാറിൽ. എന്താണെന്ന് നോക്കിയാലോ? ഇത് ഓഫാക്കിയിട്ട് നോക്കാം. സർവീസ് റിക്വയർഡ്. അപ്പം അതുകൊണ്ടായിരിക്കണം നമ്മൾ ഇതിനകത്ത് ഓയിൽ ചേഞ്ചിൻ്റെ സ്ഥലത്തേക്ക് പോയിട്ട് എന്തോ വാർണിംഗ് സൈനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്താ ഈ വാർണിംഗ് സൈൻ നോക്കിയാലോ? ഓയിൽ ചേഞ്ച് ഡ്യൂ നൗ, റീസെറ്റ് ഓയിൽ ലൈഫ് ആഫ്റ്റർ ഓയിൽ ചേഞ്ച്. അതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്തുള്ള കുഴപ്പം. അപ്പം അതിൻ്റെ അകത്ത് സെറ്റപ്പ് ഞെക്കിയിട്ട് നോക്കണം ഇതിൻ്റെ അകത്ത് എവിടെയാണ് സംഗതി എന്ന്. ക്ലസ്റ്റർ, ബട്ടൺ, ഡാറ്റ കണക്ഷൻ, സൗണ്ട്, നാവിഗേഷൻ, വെഹിക്കിൾ ആയിരിക്കണം. വെഹിക്കിൾ, കൺവീനിയൻസ്, ഡോറിലല്ല, വെഹിക്കിൾ, ക്ലൈമറ്റ്, സീറ്റ്, ലൈറ്റ്, എവരിതിങ്. കൺവീനിയൻസ് ഒന്നും അല്ല. നാവിഗേഷൻ, ഡിവൈസ് കണക്ഷൻ, യൂസർ പ്രൊഫൈൽ, ഡിവൈസ് റെക്കഗ്നിഷൻ, സ്ക്രീൻ ലേഔട്ട്, ഡിസ്പ്ലേ, ബട്ടൺ, ക്ലസ്റ്റർ. ജനറൽ നോക്കിയാലോ? ജനറലിൻ്റെ അകത്ത് റീസെറ്റ് നോക്കിയാലോ? അതല്ല. എവിടെയാണോ അതിൻ്റെ ഓയിൽ? സർവീസ് മെയിൻ്റെനൻസ്. ഇതെന്താ അങ്ങനെ? ഡിസ്റ്റൻസ് 8,515 മൈൽ ലെഫ്റ്റ് എന്നാണ് പറയണേ. 5,571. അതെന്താ അങ്ങനെ സർവീസ് ചെയ്യുന്നത്? റീസെറ്റ് മെയിൻ്റെനൻസ് നോട്ടിഫിക്കേഷൻ. റീസെറ്റ് ദ സർവീസ് മെയിൻ്റെനൻസ് ഇൻ്റർവൽ മൈലേജ്. യെസ്. റീസെറ്റ് കംപ്ലീറ്റ്. പക്ഷെ എന്നാൽ ഈ ഒരു സാധനം പോയിട്ടില്ല കേട്ടോ. റീസെറ്റ് ഓയിൽ ലൈഫ്. ഓയിൽ ലൈഫ് എവിടെ കിടക്കണം? പാസഞ്ചർ വ്യൂ സെറ്റപ്പിൽ പോയിട്ട് വെഹിക്കിളിന് ഡ്രൈവർ അസിസ്റ്റൻസ്, അതല്ല. ഡ്രൈവ് മോഡ്, അതുമല്ല. ക്ലൈമറ്റ്, സീറ്റ്, ഡോറ്, അതൊന്നുമല്ല. ഓട്ടോമാറ്റിക്കലി അൺലോക്ക്. സെലക്ട് ദ കണ്ടീഷൻ when all doors will unlock automatically. Automatically unlock, enable on shift to park. Select the condition when all doors will unlock automatically. അങ്ങനെ ഇടാം. ഓക്കെ. കൺവീനിയൻസ്. സർവീസ്. ഇത് തന്നെ എനേബിൾ സർവീസ് ഇൻ്റർവെൽ. ഇത് എനേബിളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് ഓൾറെഡി എങ്ങനെ വെച്ചില്ലെങ്കിൽ ആൾക്കാർ ഓയിൽ ചേഞ്ച് ചെയ്യാൻ മറന്നു പോകും, കിയയുടെ കാറ് പോകും. അപ്പം അതുകൊണ്ട് ഈ കമ്പനിക്കാർ ഇതൊന്നും റീസെറ്റ് ഇത് മറന്ന് ഇതാരെങ്കിലും ഇങ്ങനെ ഓഫാക്കി വെച്ചെന്ന് വിചാരിച്ചോ? എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കും. അതൊന്നും ആൾക്കാർക്ക് അറിയില്ല. ഇതൊക്കെ ഡിസേബിൾ ചെയ്യാൻ സമ്മതിക്കരുത്. അപ്പോൾ ഈ ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കും. ഓയിൽ ചേഞ്ച് ചെയ്യാറായോ എന്നറിയില്ല, ചുമ്മാ അങ്ങനെ ഓടിച്ചുകൊണ്ടേ നടക്കും. ഓവർ ഡ്യൂ ആവും, വണ്ടി പോവും, ആൾക്കാർ കിയാനേ കുറ്റം പറയുള്ളൂ. ഇത് സാധാരണ പൊതുജനങ്ങളിൽ പൊതുവേ ഒരു ആൾക്കാർക്കൊന്നും അറിയില്ല. ആൾക്കാർ 1000-2000 മൈലൊക്കെ ഓയിൽ ചേഞ്ച് ഡ്യൂ കഴിഞ്ഞിട്ട് ഓടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആൾക്കാർ പിന്നെ വണ്ടി കേടായി കഴിയുമ്പോൾ ആൾക്കാർ കിയ കൊള്ളില്ല. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാണിങ് വേണം, അല്ലെങ്കിൽ ആൾക്കാർ മറന്നു പോകും. റീസെറ്റ് ചെയ്യാം. റീസെറ്റ് സർവീസ് മെയിൻസ് ഇൻ്റർവെൽ മൈലേജസ് റീസെറ്റ് ആയിട്ടുണ്ട്. എന്നിട്ടും ഈ വാണിംഗ് സൈൻ പോയിട്ടില്ല. ഡിസ്റ്റൻസ് 5000 മൈൽ കിടപ്പുണ്ട്. ഡ്യൂറേഷൻ 152 മൈൽ. ഇതൊക്കെ അങ്ങനെ മാറ്റാൻ പറ്റൂലേ?